എന്റെ മാമനിപ്പോ ഞാൻ എന്തെഴുതും? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സത്യസന്ധനായ കണ്ഠരര് രാജീവൻ അമ്മാവൻ അറിയാൻ അധികം വൈകാതെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാങ്കുവിന് വേണ്ടി ഞാൻ നടത്തിയതുപോലെ സേവ് മാങ്കു വേണ്ട, സേവ് അമ്മാവൻ എന്ന് പറയുന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഞാൻ ആരംഭിക്കുകയാണ് അമ്മാവ. അല്ലെങ്കിൽ വേണ്ട, എന്തായാലും നേരെ ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. അമ്മാവനൊരു സർപ്രൈസ് ആകട്ടെ. എന്തായാലും ആദ്യം തന്നെ പ്രസ് ക്ലബിലേക്ക് പോയി കളയാം. എന്നെ പോലീസ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. കൊള്ളാല. ഇന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞത്. ആയിക്കോട്ടെ. പോലീസുകാര് വീണ്ടും രാഹുൽ ഈശ്വറിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് കോടതിയിൽ ഓൾറെഡി അപ്രോച്ച് ചെയ്തു. അതിന്റെ ഹിയറിംഗ് തിങ്കളാഴ്ച ഉണ്ട്. കയ്യിലിരിപ്പുണ്ട്, എന്തേ അത് വൈകി എന്ന് ആലോചിച്ചു കിട്ടും. പറഞ്ഞ് അവസാനിപ്പിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ. കഴിഞ്ഞ ക്രിസ്മസിന്റെ അന്നേ ജയിൽ മേറ്റേഴ്സിന് കൊടുക്കാൻ വേണ്ടി ഒരു കേക്കൊക്കെ ആയിട്ട് പോയിരുന്നില്ലേ? ആ കേക്ക് ഇനിയിപ്പോ തിരിച്ചു പോകുമ്പോ എടുക്കാൻ മറക്കണ്ട, പറഞ്ഞില്ലെന്ന് വേണ്ട. ജയിലിൽ കിടക്കുന്നത് വളരെ മെനക്കേടുള്ള ഒരു പരിപാടിയാണ്. അപ്പോ എങ്ങനെ നമ്മൾ അമ്മാവനെ ഒന്ന് അലക്കി വെളുപ്പിക്കുന്നു? സേവ് അമ്മാവൻ പറ കേക്കട്ടെ. ഈ കേസിൽ നോക്കൂ, ഞാൻ ഫ്രണ്ട് പേജിൽ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഒരു 30 സെക്കൻഡ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി രാഹുൽ ഒരു 10 സെക്കൻഡ്. ദൈവത്തിന്റെ അനുമതി ചോദിച്ചില്ല എന്ന് പറഞ്ഞൊരു തന്ത്രിയെ അറസ്റ്റ് ചെയ്യും. രാഹുലെ 1 സെക്കൻഡാ, ഒന്ന് പറഞ്ഞോട്ടേടാ. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ജനം വിശ്വസിക്കൂടാ രാഹുലെ. നീ ആ മാങ്കൂട്ടത്തെ പൂട്ടിയ പോലെ അമ്മാവനെ പൂട്ടുകൂടെ? മൂപ്പരിപ്പോ അവിടെ അകത്ത് കിടന്ന് എന്തായിരിക്കും പ്രാർത്ഥിക്കണെന്ന് അറിയാമോ? ഈശ്വര, ഞാൻ അകത്ത് കിടക്കുമ്പോ അവൻ ദൈവത്തെ ഓർത്ത് പ്രസ്മീറ്റ് വിളിക്കല്ലേ എന്നായിരിക്കും മിക്കവാറും തന്ത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മെറിറ്റില്ലാന്ന്? വേറെ ആരെയും വേണ്ട, കേസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഈ തന്ത്രി കണ്ഠരര് രാജീവര് ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒത്താശ ചെയ്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുവെന്നും തട്ടിപ്പിന് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പ്രതിയായെന്നുമാണ് അറസ്റ്റ് റിപ്പോർട്ടിലും റിമാൻഡ് റിപ്പോർട്ടിലും ഒക്കെ പറയുന്നത് കേട്ടോ. കേസിലെ 13ാം പ്രതിയായിട്ടുള്ള ഈ കണ്ഠരര് രാജീവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമക്കൽ, പൊതുസ്വത്തിന്റെ അപഹരണവും ദുരുപയോഗവും തുടങ്ങിയ കുറ്റങ്ങളൊക്കെയാണ് ചുമത്തിയിട്ടുള്ളത്. തന്ത്രിയും മന്ത്രിയും അറിയാതെ ഇല പോലും വരയ്ക്കില്ല. പലപ്പോഴും കേട്ടുകയാണ്, ഇതൊരു ലോജിക്കാണ്. ഗൂഢാലോചന, നിർബന്ധിതം എന്നൊക്കെ വാക്കുകൾ ചേർത്ത് വെച്ചാൽ ഏതൊരാളെയും കൊടുക്കാൻ പറ്റും. വെറുതെ ഗൂഢാലോചന എന്നൊരു വാക്കിട്ടാൽ ഏതൊരു കേസിലും ആരെയും കൊടുക്കാൻ പറ്റും. അയ്യപ്പനെ തൊട്ടവന് വിടുത്തില്ലടാ. അയ്യപ്പൻ KGF-ലെ റോക്കി ബായി ആണെന്നൊന്നും കരുതരുത്. പിന്നെ അയ്യപ്പൻ ഒരു മാഫിയ ഡോണൊന്നുമല്ല, അത് ഉറപ്പാണ്. അതായത് അയ്യപ്പൻ ഒരു ശാന്തമൂർത്തിയാണ്. എന്തായാലും SIT റോക്കി ബായ് ആണ് കേട്ടാ. അല്ലാതെ അയ്യപ്പൻ മറ്റേ KGF-ലെ റോക്കി ബായുടെ ഭാവത്തിൽ എനിക്ക് നേരെ നീ വിരൽ ചൂണ്ടിയാൽ നിന്റെ കൈ വിട്ടു എന്ന് പറയുന്ന വ്യക്തിയല്ല. അതായത് അയ്യപ്പൻ എന്ത് ചെയ്താലും തിരിച്ചൊന്നും ചെയ്യില്ല എന്നാണ് അപ്പോ നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്നത്. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അയ്യപ്പനെ തൊട്ട എന്ന് പറഞ്ഞു നടന്ന നീയാണോ ഇത് പറയണം? എന്ത് പറ്റിയടോ നിനക്ക്? വിഷയം തീർന്നു. ഓഹോ. എന്നാലും ഒരു കാര്യം ഉറപ്പുണ്ട്, നിങ്ങളിൽ പലർക്കും ഇന്നലെ ഉച്ചയ്ക്കുണ്ടായിരുന്ന ധാരണ ആയിരിക്കില്ല വൈകിട്ട് റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉണ്ടാകുന്ന ധാരണ. ഉച്ചയ്ക്ക് നമ്മളെല്ലാം, ഞാൻ അടക്കം ടിവിയിൽ കണ്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി വിചാരിച്ചു ഏതോ വലിയ മെറിറ്റ് ഈ കേസിലുണ്ട്, SIT എന്തോ വലിയ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ SIT ഈ രീതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള ധാരണയായിരുന്നു. അപ്പൊ തന്ത്രിയെ പൊക്കിയപ്പോ എന്തുകൊണ്ടെന്ന് രാഹുലിനും തോന്നി അല്ലെ? അതല്ലേ നീ ഇപ്പൊ പറയുന്നത്? ഏറ്റവും വലിയൊരു ചിന്ത, ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിലെ തന്ത്രിയെ ഏതെങ്കിലും തെളിവില്ലാതെ എന്തെങ്കിലും അടിസ്ഥാനമില്ലാതെ അറസ്റ്റ് ചെയ്യുമോ? ഈ ചിന്ത പലർക്കും. സത്യം പറഞ്ഞാൽ ഈ ചിന്ത കുറച്ച് എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ SIT കണ്ടെത്തിയൊക്കെ ശരിയാണെന്നാണ് പറയുന്നത്. 2007 മുതലോ 2004 മുതലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പരിചയമുണ്ടെന്ന്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയായിട്ട് ബന്ധമുണ്ട് എന്ന് എന്തായാലും പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഇത്ര നേരം എന്തിനാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത്? മനസ്സിലായില്ലേ? ഈ ചളമാക്കി കുളമാക്കി മൊത്തത്തിൽ ആ മൂപ്പരുടെ കാര്യത്തിൽ തീരുമാനവനാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. മാങ്കുവിനെ കൂട്ടിക്കയറ്റിയല്ലോ, ഇനിയിപ്പോ അമ്മാവനെയും കൂട്ടിക്കയറ്റാനുള്ള പരിപാടിയാണ്.